സ്റ്റെമ്മ് മാറത്തില്ല. ഇതാണ് സ്റ്റെമ്മ്. ഈ എന്നെ കട്ട് ചെയ്ത് കളയും. മനസ്സിലായോ? ഈ എൻ നമ്മൾ കട്ട് ചെയ്യും. ഈ എൻ ഉണ്ടെങ്കിൽ അത് ഇൻഫിനിറ്റീവ് ഫോം. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ഡിക്ഷണറിക്കകത്ത് എഴുതുന്നത് ഇങ്ങനെയാണ് എഴുതുന്നത്. ലേർണൻ ടു ലേർൺ. നമ്മൾ എൻ കട്ട് ചെയ്ത് കളയും. എൻ നമുക്ക് വേണ്ട. എന്നിട്ട് നമ്മൾ കോഞ്ചുഗേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് വരും? ഇതാണ് സ്റ്റെമ്മ്. എൻ കട്ട് ചെയ്തിട്ട് മിച്ചമുള്ളതാണ് സ്റ്റെമ്മ്. അപ്പോൾ ആ സ്റ്റെമ്മ് നമ്മൾ ഇവിടെ എല്ലാം കൊണ്ട് പാകി. അത് കഴിഞ്ഞിട്ട് ഇഷ്യൂ വരുമ്പോൾ എന്ത് കോഞ്ചുഗേഷൻ ആണ്? ഈ കോഞ്ചുഗേഷൻ. അപ്പോൾ നമ്മളിവിടെ ഇ ഇട്ടു. ദു വരുമ്പോൾ എസ് ടി കോഞ്ചുഗേഷൻ. അപ്പോൾ നമ്മളിവിടെ എസ് ടി ഇട്ടു. RCS വരുമ്പോൾ ടി. അങ്ങനെ നമ്മളിങ്ങനെ കോഞ്ചുഗേറ്റ് ചെയ്തെടുത്തു. അപ്പം ഇവിടെ ഒന്നും മാറുന്നില്ല. ഇവിടെ കണ്ടു സ്റ്റെമ്മ് മാറുന്നില്ല. ഇവിടെ മാറുന്നില്ല. ഇവിടെ മാറുന്നില്ല. ഇവിടെ മാറുന്നില്ല. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ റെഗുലർ വെർബ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് റെഗുലർ വെർബുകൾ നമുക്ക് നോക്കാം. ഇതെല്ലാം റെഗുലർ വെർബുകളാണ്. മനസ്സിലായോ? ആദ്യത്തെ ഒരു റെഗുലർ വെർബാണ് ആർബൈറ്റ്. ആർബൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വർക്ക്. അപ്പം നമ്മൾ മുമ്പേ നോക്കിയതുപോലെ സബ്ജക്റ്റ് വെർബ് ഉണ്ടോ? ഇത് സബ്ജക്റ്റ്, ഇത് വെർബ്, പിന്നെ ഇത് ഒബ്ജക്റ്റ്. അങ്ങനെ വരും. മനസ്സിലായോ? അപ്പം വായിക്കേ എങ്ങനെ വരും? ആർബൈറ്റൻ എങ്ങനെ വരും? ഇഷ് വായിക്കേ. അപ്പൊ കണ്ടോ ഈ കോഞ്ചേഷൻ വന്നാണ്ടോ? പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ ഇഷ്യൂ വന്നോണ്ട് നമുക്കിവിടെ ഈ കോഞ്ചേഷൻ വന്നു. ഈ ആർബൈറ്റ് ബൈ സെമിനാർസ് എന്നുവെച്ചാൽ ഐ വർക്ക് അറ്റ് സീമെൻസ്. സീമെൻസ് എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ പേരാ. അതായത് ഞാൻ ഈ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനെ. ഓക്കെ, അടുത്തത് എന്താണ്? അപ്പൊ എങ്ങനെ വരും? പ്രൗഹൻ എന്ന് വെച്ചാൽ എന്താണ്? അടുത്തത് പ്രൗഹൻ എന്ന് വെച്ചാൽ നീഡ് വർക്ക്. അടുത്ത വായിച്ചേ. അതെങ്ങനെ ഫ്രൂസ്റ്റുക്കിറ്റ് വന്നത്? അങ്ങനെ മനസ്സിലായോ? എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ മാറി. അത് ഞാനിവിടെ അനങ്ങുന്നതിന്റെ ആയിരിക്കും. നീ പറ. ഇവിടെ എറർ വന്നുകൊണ്ട് ഇവിടെ ടി വന്നു. ഈ എൻ കട്ട് ചെയ്ത് പോയി. എന്നിട്ട് ഇവിടെ ടി വന്നു. മനസ്സിലായത്? അപ്പൊ ഇത് ഇംഗ്ലീഷ് വരുമ്പോ ഇതുണ്ട് ഈറ്റ്സ്. ഇവിടെ എസ് വരുന്ന പോലെ ഹി ഈറ്റ്സ്. ഹി വന്നോണ്ട് അവിടെ ഈറ്റ്സ് വരും. അപ്പൊ ഹ്യോറൻ ഗേർണ മ്യൂസിക്. ഐ ലൈക്ക് ലിസണിങ് ടു മ്യൂസിക്. അപ്പൊ അടുത്ത് എന്താ? ശരി. കൗഫൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ബൈ. അപ്പൊ ദു വരുമ്പം എസ് ടി കോഞ്ചേഷൻ വരും. അപ്പൊ ദു കൗസ്റ്റ് ഉണ്ടോ? ദു കൗസ്റ്റ് ബ്രോട്ട് ഹിം സൂപ്പർ മാർക്കറ്റ്. യു ബൈ ബ്രെഡ് അറ്റ് ദ സൂപ്പർ മാർക്കറ്റ്. മനസ്സിലായല്ലോ? ഇതറിയാലോ? ഇൻ ഡേം ആണ് ഇത്. ഇൻ വരും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, ഇപ്പൊ ഇത് മാത്രം നോക്കാം. കൗഫൻ ടു ബൈ. അപ്പൊ ദു വരുമ്പോ ദു കൗസ്റ്റ്. ഹ്യോറൻ ടു ലിസൺ. അപ്പം ഇഷ് വരുമ്പോ ഹ്യോറൻ. ഫ്രൂസ്റ്റുക്കൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ടു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഹി ഈറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 o'clock. ഫ്രൂസ്റ്റുക്ട് 8 Uhr. Brauchen to need. Wir brauchen Wasser. Arbeiten to work. Ich arbeite bei Siemens. Kochen to cook. Meine Mutter kocht Suppe. My mother cooks soup. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ടി കോഞ്ചേഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് മൈനെ മുട്ടർ വരുമ്പോൾ ടി കോഞ്ചേഷൻ. ടി കോഞ്ചേഷൻ എപ്പോഴാണ് വരുന്നത്? അതുകൊണ്ട് RCS വരുമ്പോൾ ടി കോഞ്ചേഷനാ. മനസ്സിലായല്ലോ? അതായത് ഏതെങ്കിലും ഒരാളുടെ പേര്, ഒരു സിംഗുലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനത്തിന്റെ പേര് വന്നു കഴിഞ്ഞാൽ അപ്പം RCS കോഞ്ചേഷൻ ഇടണം. മനസ്സിലായോ? അതായത് ഈ ടി കോഞ്ചേഷൻ. അതുകൊണ്ടാണ് ഇവിടെ ടി വന്നത്. കോഹ് ഉണ്ടോ? ഇത് ഈ കോഞ്ചേഷൻ കണ്ടോ? ഇപ്പൊ സാന്ദ്ര ആണെങ്കിലോ? ഓടി പോണ്ടേ? ആദ്രയാണെങ്കിൽ നീ ആലോചിക്കുന്ന ഇതല്ലേ വെണ്ടയ്ക്കാൻ ഒഴുകി ഇവിടെ എഴുതിയിട്ടേക്കുന്നത്. അപ്പൊ കത്തഹിന ആണെങ്കിലോ? കത്തഹിന സൂപ്പർ. അടുത്താണ് ലേബൻ ടു ലിവ്. ഇവിടെ നോക്ക്. ലേബൻ ടു ലിവ്. വിയർ ലേബൻ. കണ്ടോ? ഇവിടെ ഇ എൻ വന്നേ. വിയർ വന്നപ്പോ ഇവിടെ ഇ എൻ വന്നു. വിയർ ലേബൻ ഇൻ ഡോയ്ച്ച്ലാൻഡ്. മനസ്സിലായോ? ലേർണൻ. ദി സ്റ്റുഡന്റൻ പ്ലൂറല. ദി സ്റ്റുഡന്റൻ ലേർണൻ ഡോയ്ച്ച്. അതായത് പിള്ളേര്, സ്റ്റുഡൻസ് ജർമ്മൻ പഠിക്കുന്നു. ദി സ്റ്റുഡൻസ് ആർ ലേർണിംഗ് ജർമ്മൻ. അപ്പൊ ഇതിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡന്റൻ വന്നപ്പോഴത്തേനും ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായി. സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ. അപ്പൊ നമ്മൾ ഏത് കോഞ്ചേഷൻ എടുക്കണം? നമ്മൾ ഈ കോഞ്ചേഷൻ സി കോഞ്ചേഷൻ എടുക്കണം. ഈ സി കോഞ്ചേഷൻ. അപ്പൊ കണ്ട ലേർണൻ, ഇ എൻ ലേർണൻ. ഇപ്പൊ ഒരാളാണ്
ഒരാളാണ് ഇപ്പൊ സാന്ദ്ര ഒരാളാണെങ്കിൽ നമ്മൾ ഈ കോഞ്ചേഷൻ എടുക്കും, RCS ടി. അതേസമയം ഒന്നിൽ കൂടുതലുണ്ട് അപ്പൊ നമ്മൾ ഈ ഇതെടുക്കും. സാന്ദ്ര ഉണ്ട് അഭിയാണ്. അപ്പൊ ഏത് വരും? ലേബൻ. ആ ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യനാ. നമ്മൾ ക്വസ്റ്റ്യൻ നേരത്തെ നോക്കിയിട്ടുണ്ട്. അപ്പം ഇവിടെ ദു, ഇവിടെ സബ്ജക്ട് ദു ആണ്. അപ്പൊ ഇവിടെ മാഹൻ, മാഹൻ എന്ന് വെച്ചാൽ ടു ഡു. വാട്ട് ആർ യു ഡൂയിങ് ടുഡേ? കണ്ടോ, ഡൂയിങ്. മാഹൻ ടു ഡു. വാസ് മാർക്സ്. ഇപ്പൊ ദു വന്നുകൊണ്ട് ST കോഞ്ചേഷൻ, വാസ് മാർക്സ് ടു ഡു. വാസ് മാർക്സ് ടു. അടുത്താണ് വോണൻ. കണ്ണും പിടിച്ചിരിക്കുവാണോ? എന്നെ മനസ്സിലാവുന്നുണ്ടോ? ഉറക്കം വരുമ്പോ ഉറക്കം വരുന്നുണ്ടെന്ന് പറയാം കേട്ടോ, മിണ്ടായിരിക്കല്ലേ കേട്ടോടാ. ഓക്കെ, അടുത്താണ് വോണൻ. അപ്പൊ ഇഷ്യൂ വന്നുകൊണ്ട് എന്ത് വരും? വോണൻ ടു ലിവ്. മനസ്സിലായി? ബെർലിൻ. വോണൻ. ഇപ്പൊ ഇതിനകത്ത് ഈ എച്ച് സൈലന്റാ, അതാണ് എച്ചിന്റെ അടിയിൽ വരയിട്ടേക്കുന്നത്. ഓക്കെ, അടുത്താണ് ഇപ്പൊ നമ്മള് റെഗുലർ വെർബിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വെർബ് നോക്കി. ഈ വെർബുകൾ വരുന്ന ഡെയിലി റുട്ടീൻ, അതായത് ഡെയിലി ലൈഫ് ബേസിക്സ്. ഈ ബേസിക് ഡെയിലി ലൈഫ് വെർബ്സ് ആണ് നമ്മളിപ്പോ നോക്കിയത്. മീനിങ് എന്താണ്? ആർബൈറ്റൻ ടു വർക്ക്, ബ്രൗഹൻ ടു നീഡ്, ഫ്രൂസ്റ്റ്കൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഹ്യോറൻ ടു ലിസൺ, കൗഫൻ ടു ബൈ, കൗഹൻ ടു കുക്ക്, ലേബൻ ടു ലിവ്, ലേർണൻ ടു ലേൺ, മാഹൻ ടു ഡു, വോണൻ ടു ലിവ്. ഇനി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് വേർബ്സ് ആണ് നമ്മൾ നോക്കുന്നത്. കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വേർബ്സ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വേർബാണ് അൻറ്റിവോട്ടൻ. അൻറ്റിവോട്ടൻ എന്ന് വെച്ചാൽ ആൻസർ ചെയ്യുക. അപ്പൊ ഇവിടെ സി, ഇവിടുത്തെ സബ്ജക്ട് സി ആണ്. സബ്ജക്ട് സി വരുന്നത് കൊണ്ട് അൻറ്റിവോട്ടൻ സി ഷ്നൽ, പിറ്റേ അൻറ്റിവോട്ടൻ സി ഷ്നൽ. അടുത്ത് ബെഡോയിറ്റൻ. ബെഡോയിറ്റൻ എന്ന് വെച്ചാൽ മീൻ ചെയ്യുക. മനസ്സിലായോ? വാസ് ബിഡോയിറ്ററ്റ് ദസ്. ഇവിടെ തസ്സിന് അടിച്ച് ടി കോഞ്ചേഷൻ വന്നേക്കുക. മനസ്സിലായോ? ഇവിടെ ഇടയ്ക്ക് ഒരു ഇ വന്നിട്ടുണ്ട്, കണ്ടോ? അത് വായിക്കാൻ എളുപ്പത്തിനായിരിക്കും. അതെ. അടുത്തത് ബുഹ്സ്റ്റാബിയറൻ. ബുഹ്സ്റ്റാബിയറൻ എന്ന് വെച്ചാൽ എന്താണ്? സ്പെല്ല് ചെയ്യുക, പേര് പറയുക. അത് ഓരോന്ന് പെറുക്കി പെറുക്കി പോരാ. SANDRA. അതാണ് ബുഹ്സ്റ്റാബിയറൻ. ബുഹ്സ്റ്റാബിയറൻ സി. ഇവിടെ സി വന്നതുകൊണ്ട് ഇവിടെ EN. ബുഹ്സ്റ്റാബിയറൻ. ഇഷ് ഡാങ്കെ ദിയർ. അപ്പൊ ഇവിടെ ഇഷ് വന്നതുകൊണ്ട് ഡാങ്കെ ദിയർ ഉണ്ട്. ഐ ടാങ്ക് യു. ഈ യു ആണ് ദിയർ. ഇവിടെ ഐ ആണ് ഇഷ്, ടാങ്ക് ആണ് ഡാങ്കെ, യു ദിയർ. ഫ്യോർ ദസ് ഗഷങ്ക്. ഈ ഫോർ ആണ് ഫ്യോർ ദ ഗഷങ്ക്. ഗഷങ്ക് ആണ് ഗിഫ്റ്റ്. അടുത്ത് ഡിസ്കുറ്റിയറൻ. വിയർ ഡിസ്കുറ്റിയറൻ. വിയർ വന്നോണ്ട് ഡിസ്കുറ്റിയറൻ വന്നതുണ്ട്. വി ആർ ഡിസ്കസിംഗ് ദ പ്രോബ്ലം. ദസ് പ്രോബ്ലം. ഡെയർ ലേറർ. എത്ര പേരാ? ഡെയർ ലേറർ ഒരാള്. അപ്പൊ ടി കോഞ്ചേഷൻ. ഡെയർ ലേറർ എക്സ്പ്ലെയിൻ. എർക്ലയർ. ടി കോഞ്ചേഷൻ, RCS കോഞ്ചേഷൻ ടി, ഒരാളുള്ളതുകൊണ്ട്. വായിക്കേ. അടുത്താണ് ഫ്രാഗൻ. ഫ്രാഗൻ ടു ആസ്ക്. വായിക്കേ. ഐ ആസ്ക് മൈ ഫ്രണ്ട്. ഇംഗ്ലീഷും കൂടി വായിക്കേ. ഗ്ലൗബൻ ടു ബിലീവ്. I believe that incorrect. Sagen to say. He asked Guten Morgen. He said good morning. Telefonieren to telephone. Telefonieren. He telefonieren near mit ihrer Mutter. He is talking. ഇത് RCS-നകത്തെ C ആ. ഓക്കെ. Mit ihrer Mutter. With her mother. Mit ihrer Mutter. Her mother. അപ്പൊ അത് കഴിഞ്ഞു. കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള വേർബ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ ആക്ഷൻ ആൻഡ് ആക്ടിവിറ്റീസ്, അതായത് ആക്ഷനും ആക്ടിവിറ്റീസും ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് വേർബ്സ്. ബൗവൻ. ബൗവൻ എന്ന് വെച്ചാൽ ബിൽഡ് ചെയ്യുക. വായിച്ചേ. Bauen. The Kinder bauen ein Haus. The children are building a house. അപ്പൊ ഇതിനകത്ത് ചിൽഡ്രൻ പ്ലൂറൽ ആണോ? അപ്പൊ ഇത് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ദി കിൻഡർ എന്ന് പറയുന്നത് എത്ര പേരുണ്ട്? ഒത്തിരി പേരുണ്ട്. അപ്പൊ EN കോഞ്ചേഷൻ ടി വരത്തില്ല. മനസ്സിലായോ? അടുത്തത് ബസൂഹൻ. ബസൂഹൻ എന്ന് പറഞ്ഞാൽ വിസിറ്റ് ചെയ്യുക. On Sonntag besuchen wir Sunday. We visited Sunday. ദൂഷൻ. ഷവർ. Jaden Morgan. Jaden ആണത്. Eden Morgan. Every morning. I shower every morning. അടുത്തത് ഫയൺ. ഫയൺ. Morgan fire. Dear Mine Chuck. Tomorrow we celebrate in my birthday. Photography. I photographed the nature. Take photos of nature. Marine.
അടുത്താണ് മാലൻ. Malan. ഇവിടെ ചിലപ്പോ ഒരേ കാണത്തുള്ളൂ. പക്ഷെ നമ്മള് മാലൻ അങ്ങനെ നീട്ടി പറയണം. മാലൻ. Malan. Malan. മാലൻ. ഇതുണ്ട് സാഗൻ. Sagan. Malan. ഫ്രാഗൻ. Sagan. ഫ്രാഗൻ. Sagan. Walker. ഡാങ്കൻ. Sagan. Sagan എന്നാ? ടാങ്കി പറയുക. വോണൻ. Ohan. മാഹൻ. Monan. ലേർണൻ. ലേബൻ. Learn. ഹ്യോറൻ. Kohan. കൗഫൻ. Kohan. കണ്ട അങ്ങനെ നീട്ടി Kofen. പറയണം. മനസ്സിലായോ? കഫൻ. ഫ്രാഗൻ ഇങ്ങനല്ല. സാഗൻ ഇങ്ങനല്ല. ബൗവൻ അങ്ങനല്ല. ബൗവൻ. Bowen. മാലൻ. Bowen. Malan. The king called Einbild. The children paint a picture. Should say meine Schuhe. A green night. ഇവിടെ എത്ര പിള്ളേരുണ്ട്? എത്ര ആൾക്കാരുണ്ട്? The king. ഒരാള് അല്ല ഒരുപാട് പേര്. ദസ് കിൻഡ്. ഒരുപാട് പേരുണ്ടെങ്കിൽ ദി കിൻഡർ വരും. ആർട്ടിക്കിൾ ദി വരും. ഒരാൾ ഒരു കൊച്ച്. അപ്പൊ ഏത് കോൺജേഷൻ എടുക്കും? RCS കോൺജേഷൻ. അപ്പൊ എന്ത് വരും? ഒരു കൊച്ചാണെങ്കിലോ ഒരു കൊച്ചാണെങ്കിൽ അടുത്ത റൗഹൻ. റൗഹൻ ടു സ്മോക്ക്. Rahus to do you smoke? Peelan. He is Peelan to sport in park. To play or in the park. Is Suhe Mainan Lusal. I am looking for my tea. ഇനി ഫീലിങ്സ് ആൻഡ് സെൻസസ്. അത് കുട്ടികളെ കുറച്ച് ഗ്രൂപ്പ്സ്. ഫീലിങ്സ്. Often. ഹൊഫൻ. ഹോപ്പ്. Ich hoffe auf good better. I hope Gutes for good Wetter. better. Gutes Wetter. Küssen. To kiss. To kiss. The man kiss his wife. The man the woman. ഡെയർ മാൻ. എത്ര പേരുണ്ട്? ഒരാള്. അപ്പൊ ഏത് കോൺജേഷൻ? അതുകൊണ്ട് ടീ വന്നു. ചർച്ചയസ്തം ചെയ്തു. ലാഹൻ. ലാഹൻ ടു ലാഫ്. ലാഹൻ. Hier lachen. Viel zusammen. സുസാമൻ. ടുഗെദർ. We laugh a lot together. ലീബൻ. ഇതാണ് ലീബൻ. മറ്റേത് ലേബനാണ്. ലേബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവ്. ലീബൻ ടു ലവ്. Love. Lieben to love. Ich liebe. Ich liebe meine Familie. I love my family. Pasen. We host fast near gut. Surface congestion length. യാ. We pants fit neither. പാസ് എന്ന് വെച്ചാൽ നിനക്ക് ചേരുന്നോ? ചേരുക. പാസൻ ചേരുക. അത് നിനക്ക് ചേരുന്നുണ്ട്. ദി കോസെ പാസ്റ്റ് മിയർ ഗുഡ്. ഇത് ഈ പാന്റ് എനിക്ക് ചേരുന്നുണ്ട്. നിനക്ക് ചേരുന്നുണ്ട്. ദിയർ. ഷ്മക്കൻ. ഷ്മക്കൻ. Schmecker good. Tastes very good. ട്രോയ്മൻ. Ich träume oft Urlaub. Ich often dream of vacation. Warten. Ich warte auf den Bus. Then waiting for the bus. Baby crying. The baby is crying. വൂൺഷൻ. വൂൺഷൻ. Wünschen of. Wünschen. Ich wünsche dir einen schönen Tag. I wish you a nice day. Ich wünsche dir einen schönen Tag. Einen schönen Tag. അടുത്താണ് മൂവ്മെന്റ്. സോണനോ? ഷൂണൻ. ഷൂണൻ എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ. നൈസ്. അടുത്താണ് മൂവ്മെന്റും ഓർഗനൈസേഷനും തമ്മിലുള്ള അങ്ങനെ കുറച്ച് വെർബുകൾ. ബെസ്റ്റലൻ ആണ് ഓർഡർ ചെയ്യുക. ഫുഡ് ഓർഡർ ചെയ്യുക. എന്ത് ഓൺലൈനിൽ നിന്ന് ഇപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുന്ന അതൊക്കെ ബെസ്റ്റലൻ. ഓക്കെ, വായിക്കേ. വി ആർ ബെസ്റ്റലൻ eine പിസ്സ. വി ആർ ഓർഡറിങ് എ പിസ്സ. അടുത്താണ് ബെറ്റ്സാലൻ. ബെറ്റ്സാലൻ എന്ന് വെച്ചാൽ പേ ചെയ്യുക. ഇപ്പൊ നമ്മൾ സാധനം ഓർഡർ ചെയ്തു, ബെസ്റ്റെല്ലാം വെച്ച് നമ്മൾ ഓർഡർ ചെയ്തു, നമ്മൾ പേ ചെയ്യണ്ടേ, ഇപ്പൊ കാശ് അടയ്ക്കണം. അപ്പൊ അതിനാണ് ബെറ്റ്സാലൻ ചെയ്യുന്നത്. ബെസ്റ്റലൻ എന്ന് വെച്ചാൽ ഓർഡർ ചെയ്യുക. ഇപ്പൊ ഒരു ഫോൺ ഓർഡർ ചെയ്തു, ഇഷ് ബെസ്റ്റലെ ഐൻ ഹാൻഡി. അത് കഴിഞ്ഞിട്ട് ഞാൻ പേ ചെയ്യും, ഇഷ് ബെറ്റ്സാലെ ബാർ എന്ന് വെച്ചാൽ കാശ് ഇഷ് ബെറ്റ്സാലെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പേ ചെയ്യുന്നു, ഇഷ് ബെറ്റ്സാലെ. അടുത്താണ് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ചെയ്യുക. ഡെർ ഫിലിം ഡൗവർട്ട് 2 Stunden. ഡെർ ഫിലിം എന്ന് വെച്ചാൽ മൂവി. ഡൗൺ ലാസ്റ്റ് ചെയ്യുക, അത് എന്തേറെ മണിക്കൂർ നിൽക്കുന്നു, ആ നിൽക്കുന്നതിനാണ് നമ്മൾ ഡൗൺ എന്ന് പറയുന്നത്. ഈ സിനിമ ഇത്ര നേരം നിൽക്കുന്നു. ഡെർ ഫിലിം ഡൗവർട്ട് 2 Stunden. ഈ സിനിമ 2 മണിക്കൂറുണ്ട്. ഉണ്ടറിസ്റ്റ്. ഇപ്പൊ ഈ ഓൺലൈൻ ക്ലാസ് ഡൗവർട്ട് 2 Stunden. ഓൺലൈൻ ക്ലാസ് 2 മണിക്കൂറുണ്ട്. അങ്ങനെ. ഇപ്പൊ യൂട്യൂബ് വീഡിയോ ഡൗവർട്ട് 2 Stunden. ഹോളൻ ടു ഫെച്ച്, കൊണ്ടുവരിക.
I am getting the അപ്പൊ ഇഷ്യൂ വരുമ്പോ ഇഷോളെ ഇതുണ്ട് ഇ എൻ കട്ടായി പോകും, എന്നിട്ട് അവിടെ ഇ ആഡ് ചെയ്യും. ഇഷോളെ ദസ് ഔട്ട്. ഐ ആം ഞാൻ കാറ് കൊണ്ടുവരുന്നു. ഇഷോളെ ദസ് ഔട്ട്. അടുത്താണ് legal. ലേഖൻ. ലീഗൻ അല്ല ലേഖൻ. ലേഖൻ ലേബൻ. ലേബൻ ടു ലിവ്. ലേഖൻ ടു ലേ കിടക്കുക. ഇഷ് ലേഗെ ദസ് ബുക്ക് ഔഫ് ടെൻ Legal. ടിഷ് ഞാൻ Then ആ ബുക്ക് അവിടെ വെക്കുന്നു. ടു ലേ ലേ എന്ന് വെച്ചാൽ വെക്കുക. ഇഷ് ലേഗെ ദസ് ബുക്ക് ഔഫ് ടെൻ ടിഷ് ഞാൻ ടിഷിന്റെ മുകളിൽ ആ ബുക്ക് വെക്കുന്നു. ഇഷ് ലേഗെ ദസ് ബുക്ക്. legal das Buch auf den Tisch. അടുത്താണ് മീറ്റൻ. അടുത്താണ് മീറ്റൻ. മീറ്റൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെന്റ് കൊടുക്കുക. Wir mieten eine അയച്ച് സൈലന്റ് അയച്ച് പറയണ്ട. അതിന് വോണും Wohnung. ഇൻ മ്യൂണിഷ്യൻ. മ്യൂണിഷ്യൻ എന്ന് പറയുന്ന സ്ഥലമാണ് മ്യൂണിഷ്യൻ. ഞങ്ങള് മ്യൂണിഷ്യനിൽ ഒരു അപ്പാർട്ട്മെന്റ് റെന്റ് കൊടുക്കുന്നു. വിയർ മീറ്റൻ അതിന് വോണും ഇൻ മ്യൂണിഷ്യൻ. വിയർ മീറ്റൻ ഞങ്ങൾ റെന്റിന് കൊടുക്കുന്നു ഒരു വോണുങ്. വോണുങ് ആണ് അപ്പാർട്ട്മെന്റ്. അതിന്റെ വോണും ഇൻ മ്യൂണിഷ്യൻ. അടുത്താണ് ഒഫ്നൻ. ഒഫ്നൻ ടു ഓപ്പൺ. ബിറ്റെ ഒഫ്നൻ സി Das Fenster. ദസ് ഫെൻസ്റ്റർ. Please open the window. അടുത്താണ് പാർക്കൻ. Parken. Hier parken ist verboten. Reisen. Im Sommer reisen wir nicht Spanien. Spanien. Nach Spanien. Nach Spanien. Im Sommer we travel to Spain. Tanzen. We dance sehr good. We dance very well. Okay. അടുത്താണ് ഡ്രിൽ. Ich lerne Deutsch. പറ ചെയ് ഡോയിഷ്. അപ്പൊ ഇഷ്ലേറിനെ ഡോയിഷ് എന്ന് വെച്ചാ എന്താ മീനിങ്? പഠിക്കുന്നു. യാ. അടുത്തത് Du machst beste Konzerte auf. പറ. Du machst CST. Sport. അപ്പൊ എന്താണ് മീനിങ്? എന്ത് വരും? ഞങ്ങൾ സ്പോർട്സ് ചെയ്യുന്നു. എടി ഞങ്ങളല്ലടി പുണ്ടേ, നീ സ്പോർട്ട് ചെയ്യുന്നു. നീ സ്പോർട്ട് ചെയ്യുന്നു. അടുത്തത് arbeitet bei BMW. Beherrschen Motorenwerke. ഞങ്ങള് Bayerischen Motorenwerke. BMW. അതാണ് BMW. അതിന്റെ മീനിങ് എന്നാ? ഞങ്ങൾ ഒരു വർക്ക് കിട്ടി. BMW ഞങ്ങൾ വർക്ക് പോയിരുന്നു. എടി പുണ്ട ഇത് ശ്രദ്ധിക്കേ. എർ എന്ന് വെച്ചാൽ അവൻ. ആർബൈറ്റൻ വർക്ക് ചെയ്യുക. ബൈ BMW. BMW വർക്ക് ചെയ്യുന്നു. BMW എന്ന് പറയുന്ന ഒരു കമ്പനി. ആ കമ്പനിയിൽ അവൻ വർക്ക് ചെയ്യുന്നു. അത് ഇത് നോക്കി വായിക്കുക. ഇവിടെ നിന്ന് ഇത് വായിച്ചാൽ തന്നെ കിട്ടും ആൻസർ. നീ പിന്നെ പുതിയത് ഉണ്ടാക്കാൻ പോകും. ഇത് ഇങ്ങനെ ഇതിന് മലയാളം ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആൻസർ കിട്ടും. അടുത്ത വായിക്കേ. ഞങ്ങള് ജനിച്ചത് ബെർലിനിലാണ്. അർത്ഥം അറിയത്തില്ലെങ്കിൽ ചോദിക്കുക. വോണൻ എന്ന് വെച്ചാൽ ലിവ് ചെയ്യുക, താമസിക്കുക. ഞങ്ങള് താമസിക്കുന്നത് ബെർലിനാണ്. അടുത്തത് മേടിച്ചു എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്. മേടിക്കുന്നു. നിങ്ങൾ മിൽക്ക് മേടിക്കുന്നു. നിങ്ങൾ മിൽക്ക് മേടിക്കുന്നു. ഇത് ജർമ്മനിലോട്ടാണ്. ഐ നീഡ് കോഫി. നീ എന്നാക്കെയാ ഐ എന്ന് വെച്ചാൽ എന്താണ്? പറയാം. കഫേ. അടുത്തത് അടുത്തത് ലിസൺ ചെയ്യുക. സീ ഷോർട്ട്. ഓക്കെ. എടി ദേ. ഇയർ എന്ന് വെച്ചാൽ നിങ്ങൾ. ദൂവിന്റെ പ്ലൂറല്. ദൂ എന്ന് വെച്ചാൽ നീ. ഇയർ എന്ന് വെച്ചാൽ നിങ്ങൾ. എടി വിയർ എന്ന് വെച്ചാൽ ഞങ്ങള്. ദേ എന്ന് വെച്ചാൽ സി ഓർഡർ സിയാ. സി അൺവോട്ടഡ് ആൻസറാ. വാർട്ടൻ. വാർട്ടൻ. തേങ്ങ. പ്ലേയിങ്. ബ്രൗഹൻ നീഡ്. തേങ്ങ കൗഫനാ. അല്ല ബൗഹൻ. ഹലോ. ഓക്കെ. അപ്പൊ എന്ത് വരും?
അപ്പൊ എന്താ നമ്മൾ എങ്ങനെ ചെയ്യണ്ടേ? നമ്മുടെ സബ്ജക്റ്റ് ഒന്നും പറയണ്ട. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. അപ്പൊ അതാണ് നമ്മുടെ ഇത് സംഗതി. ഓക്കെ. അപ്പം സബ്ജക്റ്റ് എടുക്കുന്നു ഇഹ്യ. അപ്പൊ ഇഹ്യ, പിന്നെ വെർബ്. അപ്പൊ ഇഹ്യനനുസരിച്ച് വെർബ് യോജ ഹോറെ, ഗിയർന് അല്ലെങ്കിൽ ഗിയർ, മ്യൂസിക്. അടുത്തത് വിയർ, പെസ്റ്റല്ലൻ, അയിനെ പിസ്സ. ഇതെല്ലാം അക്യൂസേറ്റീവ് ആണ്. അടുത്തത് ഡെയർ സ്റ്റുഡന്റ്, ഫ്രാക്ട്, പിന്നെ വെർബ് ഫ്രാഗൻ, ഫ്രാക്ട്. ഡേൻ ലേറർ, ഡെയർ ലേറർ, ഡേൻ ലേററായി കണ്ടോ, അക്യൂസേറ്റീവ്. അലസ് ക്ലാർ, അലസ് ക്ലാർ എന്നുവെച്ചാൽ Everything okay. അലസ് ക്ലാർ. Yeah. യാ. ഉണ്ട് ക്യാം വിയ വൈറ്റർ, മാഹം വിയ വൈറ്റർ. അപ്പൊ അടുത്ത് എങ്ങനെ വരും? Here. ഇതെങ്ങനെ വരും? Ich hause, Busche, ബസൂഹെ Besuche meine Mutter. എന്നുവെച്ചാ ബസൂഹെ അറിയത്തില്ല. meine Mutter എൻ്റെ അമ്മയ്ക്ക്. ഞാൻ എന്റെ അമ്മേനെ വിസിറ്റ് ചെയ്യുന്നു. ബസൂഹൻ വിസിറ്റ് ചെയ്യുക, സന്ദർശിക്കുക. ബസൂഹൻ ദസ് ഔട്ടോ എർ പാർക്ട്. അപ്പൊ ഇതെങ്ങനെ വരും? Er parkt das Auto. എർ പാർക്ക് ദസ് ഔട്ടോ. അപ്പൊ കണ്ടത് അക്യൂസേറ്റീവ് വന്നോണ്ട് എല്ലാം Auto. കിട്ടിയോ? ഈ ഗേണ സൈൻ. മ്യൂസിക് അക്യൂസേറ്റീവ് ആണോ? അതെ. ഗേർനെ മ്യൂസിക് അല്ല, ഗേൺ മ്യൂസിക്. ഇഷ് ഹ്യോറെ ഗേൺ മ്യൂസിക്. ഇഷ് എർ പാർക്ട് ഗേൺ. എർ പാർക്ട് ഗേൺ ദസ് ഔട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കാറുകൾ പാർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ഇഷ് ബസൂഹെ ഗേൺ, ഇഷ് ബസൂഹെ ഗേൺ മൈനെ മുട്ടർ. എനിക്ക് എന്റെ അമ്മേനെ സന്ദർശിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വിയർ ബെസ്റ്റല്ലൻ ഗേൺ അയിനെ പിസ്സ എന്ന് വെച്ചാൽ എനിക്ക് പിസ്സ ഓർഡർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ദ സ്റ്റുഡന്റ് ഫ്രാക്ട് ഗേൺ ഡേൻ ലേറർ എന്നുവെച്ചാൽ സ്റ്റുഡന്റിന് ലേററിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇഷ്ടമാണ്. അതായത് ഇവിടെയുള്ള വെർബുകൾ മാറും. വെർബ് ഉണ്ടെങ്കിൽ വെർബ് മാറും. എന്നിട്ട് ഈ ഗേൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ ഇഷ്ടമാണ്, എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, എനിക്ക് ഓർഡർ ചെയ്യാൻ ഇഷ്ടമാണ്, അങ്ങനെ വരും. മനസ്സിലായോ? കത്തിയോ? അപ്പൊ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ. ഗേൺ വിയർ മാഹൻ വിയർ വൈറ്റർ. മാഹൻ വിയർ വൈറ്റർ എന്ന് വെച്ചാൽ കണ്ടിന്യൂ ചെയ്യുന്നു. നമുക്ക് ബാക്കി അടുത്തത് കണ്ടിന്യൂ ചെയ്യുന്നു. മാഹ് വൈറ്റർ തുടരുക. മാഹൻ വിയർ വൈറ്റർ. ഓക്കെ, നമുക്ക് തുടരാം. ഇത് ചെയ്. എന്നുവെച്ചാ മീനിങ് പറ. മീനിങ് ഇനി ഞാൻ അവിടെ വന്ന് പറയണോ? അടുത്തത് ആബൻ എന്നതാ? ഫുഡ് ഉണ്ടാക്കും. എടീ ആബന്റെ വൈകിട്ടത്തെ ഫുഡ് അതെന്നത് ഡിന്നർ. ഞങ്ങൾ ഡിന്നർ കുക്ക് ചെയ്യുന്നു. ഞങ്ങൾ അത്താഴം ഉണ്ടാക്കുന്നു. അത്താഴം കുക്ക് ചെയ്യുന്നു. നെക്സ്റ്റ്. Du buchstabiert deinen Namen. കറക്റ്റ്. അവള് പേരുകള് വായിക്കുന്നു. ആര്? നീ പേരുകള് പിറക്കി വായിക്കുന്നു. നീ നിന്റെ ദൈനെ, നീ നിന്റെ പേര് വായിക്കുന്നു. നീ നിന്റെ പേര് വായിക്കുന്നു, സ്പെല്ല് ചെയ്യുന്നു. നെക്സ്റ്റ്. ഫ്രാഗെ ആക്കല്ലേ, ഫ്രാഗെന ആക്കോ ചോദിക്കുക. eine Frage. അവൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. eine Frage ഒരു ക്വസ്റ്റ്യൻ, ഫ്രാക്ട് ചോദിക്കുന്നു. നെക്സ്റ്റ്. ഫോട്ടോ. ബ്ലൗബൻ ein ഫോട്ടോ. മാഹൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കുക. ബ്ലൗബൻ എന്ന് വെച്ചാൽ ഫോട്ടോ ബിലീവ് ചെയ്യുക. മാഹൻ ein ഫോട്ടോ. യാ. അവൾ ഒരു ഫോട്ടോ എടുത്തു. കറക്റ്റ്. ഇത് ക്രോസ് ചെയ്യേ, മാച്ച് ചെയ്യേ. Sexalen. Das Geld. കറക്റ്റ്. അടുത്തത് ഹ്യോറൻ. Das Radio. Trinken. Das Wasser. Traumen അല്ല, ട്രോയ്മൻ. Träumen. Das Bett. Lernen. Die Schule. കറക്റ്റ്. അടുത്തത് കോമൺ റെഗുലർ വെർബ്സ് A1. മാഹൻ ടു ഡു. വായിച്ചേ. മാഹൻ ടു ഡു, വോണൻ ടു ലിവ്. മാഹൻ ടു ഡു, വോണൻ ടു ലീവ്, വോണൻ ടു ലീവ്, കൊമ്മൻ ടു കമ്മ, ഗേഹൻ ടു ഗോയ്, സേഗൻ ടു സേയ്, ഹ്യോറൻ ടു ഹിയർ, സ്പീലൻ ടു പ്ലേ, ട്രിങ്കൻ ടു ഡ്രിങ്ക്, കൗഫൻ ടു ബൈ, ഫ്രാഗൻ ടു വാക്ക്. Ich wohne in München.
എന്ന് വെച്ചാ ഞാൻ ജീവിക്കുന്നത് മെൻഷനിലാണ്. ഓ അമ്പോ. അടുത്ത്. Was അപ്പൊ നീ എവിടെ ജീവിക്കുന്നത്? നീ എവിടെ താമസിക്കുന്നത്? ich wohne in Indien. ഇൻ ഇന്ത്യൻ. Ich wohne in അട്ടപ്പളം, ചക്കുവളം. അങ്ങനെയും പറയാം. നീ ഇപ്പൊ കൃത്യം എവിടെയാ നീ ഇപ്പൊ ഇരിക്കുന്നത്? Ich wohne in ശാന്തിഗിരി. എടുക്കണ്ടേ? നീ ഇപ്പൊ ശാന്തിഗിരിയിലാണോ ഇരിക്കുന്നത്? Ich wohne in മുണ്ടക്കയം മെഡിക്കൽ ടെസ്റ്റ്. മുണ്ടക്കയം. ഓക്കെ ഓക്കെ. ഈ വോണൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്, ഒരു വീടിനകത്ത് താമസിക്കുന്ന സ്ഥലവും പറയാം. പക്ഷെ നമ്മളൊരു വീട് അങ്ങനെ ഒരു ഇതിൽ പറയുമ്പോഴാണ് കുറച്ചുകൂടി നല്ലത്. അപ്പൊ എന്ത് പറയും? ഇപ്പൊ ഞാൻ പറയുകയാണ്, ഇഷ് വോണെ ഇൻ മൈനം ഹൗസ്. ഞാൻ എന്റെ വീട്ടിൽ താമസിക്കും. ഇനി നീ പറ. wohne in മൈനം ഹോസ്റ്റൽ. അത് നിന്റെ ആണോ? ഏതോ ഒരു ഹോസ്റ്റല് ഇൻ. അപ്പൊ എന്ത് വരും? wohne in ഡൈനർ ഹോസ്റ്റൽ. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും ഇഷ് വോണെ ഇൻ ഞാൻ പറയുകയാണ് ഇൻ ഐനം ഹൗസ്. എന്നുവെച്ചാൽ ഞാൻ ഒരു വീട്ടിൽ താമസിക്കുന്നു. മനസ്സിലായോ? ഇനി ഇവിടെ മൈനം ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിൽ താമസിക്കും. നീ പറയുമ്പോ ഇഷ് വോണെ ഇൻ ഐൻ. നീ ഇപ്പൊ ഒരു ഹോസ്റ്റലിലാണ്. ഓക്കെ. അപ്പൊ ഇൻ ഐനർ വേഗെ കണ്ടോ? എന്നുവെച്ചാ വോൺ ഗമൈൻ ഷാഫ്റ്റ്. മനസ്സിലായോ? ഈ വോൺ ഗമൈൻ ഷാഫ്റ്റ് ആണ് നമ്മൾ വേഗെ എന്ന് എഴുതുന്നത്. വേഗെ എന്ന് വെച്ചാൽ ഞാനൊരു ഹോസ്റ്റലിൽ താമസിക്കുന്നു. ഓക്കെ. ഇഷ് വോണെ ഇൻ ഐനം ക്രാങ്കൻ ഹൗസ്. കണ്ടോ? ഞാനൊരു ക്രാങ്കൻ ഹൗസിൽ താമസിക്കുന്നു. ഞാനൊരു ഹോസ്റ്റലിൽ താമസിക്കുന്നു. ഞാനൊരു വീട്ടിൽ താമസിക്കുന്നു. ഞാൻ മെൻഷനിൽ താമസിക്കുന്നു. കണ്ടോ? അടുത്തത് വേഗം പറ കോഞ്ചേറ്റി. താഴോട്ട് വെച്ച് താഴോട്ട് കുറച്ചുകൂടി താഴോട്ട് കുറച്ചുകൂടി. അത് തീർന്നു. ഇനി നമ്മൾ സ്പെഷ്യൽ കേസാ പഠിക്കുന്നത്. എടി ഇത് സിമ്പിൾ അടിക്കണ്ട. ടീ കോഞ്ചേഷൻ മാസ് മാഹ്റ്റ് ഇയർ ഹോയ്റ്റെ. നിങ്ങൾ ഇന്ന് എന്താണ് ചെയ്യുന്നത്? അടുത്തത് ടെന്നീസ്. എന്നുവെച്ചാ അവൻ ടെന്നീസ് ചെയ്യുന്നു. എന്നുവെച്ചാ അവൻ ടെന്നീസ് കളിക്കുന്നു. അവന് ടെന്നീസ് കളിക്കാൻ ഇഷ്ടമാണ്. എടി ഗെയിം. ഗെയിം. അടുത്തത് വിയർ ഡ്രിങ്ക് കഫേ. ഞങ്ങൾ കാപ്പി കുടിക്കുന്നു. ഇഷ്യൂ വരുമ്പോ എന്ത് വരും? ഡ്രിങ്ക്. ഇത് വരുമ്പോ ഡ്രിങ്ക്. വരുമ്പോ ബിയർ. ഡ്രിങ്കൻ. ഇവിടെ എന്ത് വരും? ഡ്രിങ്കൻ കഫേ. നീ ഞങ്ങൾ കാപ്പി കുടിക്കുന്നു. നീ എന്നാ പറഞ്ഞേ? ഞാൻ ഡ്രിങ്ക് എന്ന് പറഞ്ഞ. ഓക്കെ. അടുത്തത് എന്നതാ പോയി അതിനൊക്കെ പോയി സണ്ട പോയിട്ടേ പോയി അതെല്ലാം തപ്പാ சொல்ற നീ. comes to the house. എന്നുവെച്ചാ സ്പാനിയൻ നീന്ന് വരുന്നു. എടി ഇത് ചോദ്യം അടിക്കണ്ടേ? നിനക്ക് കണ്ണിനകത്തന്നെ വലിയ ഇതാണോ ഇരിക്കുന്നത്? നീ വരുന്നത് സ്പാനിയൻ നിന്നാണോ? അടുത്തത് ട്രാൻസ്ലേറ്റ് ചെയ്തേ. ജർമ്മൻ. അവന് ജർമ്മൻ പഠിക്കുന്നു. അത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ടാ. നീ ജർമ്മൻ ആക്കുന്നു. നെക്സ്റ്റ്. Spielen, kaufen. Ich spiele Piano. Ich spiele Klavier. Next. ചെയ്. അടുത്തത്. Brauchen Sie അൺമൽ. ലിസണിങ്ങിന്റെ ജർമ്മൻ എന്നാ? brauchen നീല. Hören. Are you? ഓക്കെ. ജർമ്മനകത്ത് ഹെൽപ്പിംഗ് വെർബ് ഇല്ല. അപ്പൊ അത് ആർ നോക്കണ്ട. ഇനി യു എന്നെങ്ങനെ പറയും? ദു. ഇനി എന്താണ്? ഇത് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതുമ്പോ എങ്ങനെ എഴുതുന്നത്? നോക്കാം. 1000 വട്ടം പറഞ്ഞാലും നീ പഠിക്കുക. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. ഇതാണ് എന്ത്? നോർമൽ സെന്റൻസ്. അത് ക്വസ്റ്റ്യൻ ആകുമ്പം എന്ത് വരും? വെർബ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ്. ഇതാണ് എന്ത്? ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. പോളം പോയിട്ടുണ്ട്. ഞാൻ മുമ്പ് തന്നെയാ പറഞ്ഞത്. ഇതാണ് യാ ഓർഡർ 9 ഫ്രാഗെ. മനസ്സിലായോ? ഇനി വേ ഫ്രാഗെ. ഇനി WH ഫ്രാഗെ. വേ ഫ്രാഗെയാണ്. വേ ഫ്രാഗെയാണ് എന്ത്? ഇവിടെ ഫ്രാഗെ ഇവിടെ വേ ഫ്രാഗെ വ്യോർട്ട് വരും. ഇവിടെ വേ ഫ്രാഗെ വ്യോർട്ട്. പിന്നെ ഇവിടെ വെർബ് വരും. പിന്നെ ഇവിടെ സബ്ജക്റ്റ് വരും. പിന്നെ ഇവിടെ ഒബ്ജക്റ്റ് വരും. അടി വേ ഫ്രാഗെ അടി നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത് വാസ്. ഇത് ഈ വേ ഫ്രാഗെ ഇത് കണ്ടോ? ആടിയ ഒന്ന് നോക്കിക്കോണേ. ഉറക്കം വരുന്നുണ്ടോ? ബുദ്ധിമുട്ടായോ? ഇതാണ് വേ ഫ്രാഗെ. ഇതാണ് യാ ഓർഡർ 9 ഫ്രാഗെ. ഇതാണ് നോർമൽ. ഇപ്പം നമുക്ക് നോക്കാം. ഒത്തിരി ഉണ്ടോ?
ഇല്ല ഇല്ല, നോക്കാം. ഇപ്പൊ ഇതൊക്കെ നോർമൽ സെന്റൻസ് ആണോ? ഈ ഷാബെ ഹുങ്ങർ. ഇപ്പൊ ഞാൻ അവിടെ എഴുതുക, നോക്കിയോ. സബ്ജക്റ്റ് എന്താണ്? ഇഷ്. അത് ഞാൻ ഇവിടെ എഴുതി, ഇഷ്. ഹാബെ ഹാബെ ഹുങ്ങർ ഹുങ്ങർ. ഇനി ഇതിനെ ക്വസ്റ്റ്യൻ ആക്കണം. അപ്പൊ എന്തായി? അപ്പൊ ഹാബെ ഫസ്റ്റ് വന്നു, ഹാബെ ഇഷ് ഹുങ്ങർ. എന്നുവെച്ചാൽ എന്തായി? എനിക്ക് വിശപ്പുണ്ടോ? അപ്പൊ എന്തായി? അപ്പൊ എനിക്ക് വിശപ്പുണ്ടോന്ന് ആരും ചോദിക്കത്തില്ല. അപ്പൊ ഇത് ഹാബ്സ്റ്റ് ദൂവ്. അപ്പൊ നിനക്ക് വിശപ്പുണ്ടോന്നായി. അപ്പൊ നിനക്ക് ഉണ്ടെങ്കിൽ ഉണ്ട്, യാ. ഇല്ലെങ്കിൽ ഇല്ല, നൈൻ. മനസ്സിലായോ? അതാണ് യാ ഓർഡർ നൈൻ ഫ്രാഗ്. ഇവിടെ ക്വസ്റ്റ്യൻ ആണ് ഇത് ആദ്യം. മനസ്സിലായോ? അല്ല, നിനക്ക് മനസ്സിലായില്ല, അതാ ഞാൻ ഇങ്ങനെ ഇല്ല. ഇനി അടുത്ത് പറയാനില്ലേ? ഇതുണ്ട് ഇവിടെ ഉണ്ട് വാസ്. അപ്പൊ എന്താ ഇത്? വേ ഫ്രാഗ്. കണ്ടോ, വാസ് എന്ന് വെച്ചാൽ വേ ഫ്രാഗ്. അപ്പൊ ഞാൻ വാസ് എടുത്ത് ഇവിടെ ഇട്ടു, വാസ് മാഹൻ. അപ്പൊ മാഹൻ ഞാൻ ഇവിടെ ഇട്ടു. അപ്പൊ ഇവിടെ ഇയർ ആണ്, ഇയർ ഇവിടെ ഇട്ടു. ഹോയിറ്റ് ഇത് ഇവിടെ വന്നു. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആയി. മനസ്സിലായോ? അപ്പൊ നോക്കിയോ, അപ്പൊ ഇവിടെ ഇയർ വന്നുകൊണ്ട് നമ്മൾ കോൺജുഗേറ്റ് ചെയ്യണം. അതുകൊണ്ട് വാസ് മാഹ്ഡ് ഇയർ. മനസ്സിലായോ? മനസ്സിലായില്ല? ഇവിടെ ഉണ്ട് ഇവിടെ. അപ്പൊ അതാണ് സംഗതി. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി പറ. ഇവിടെ ഇപ്പൊ ഇതെന്ത് ക്വസ്റ്റ്യനാ? എന്ത്? അപ്പൊ അത് വിട്ട് പറ. അപ്പൊ എന്തായി? അപ്പൊ ഈ ഹോറൻ, ലിസൺ. ഈ ഹോറൻ ഇവിടെ വന്നു, ഹോറൻ. ദൂ ഇവിടെ വന്നു, ഈ ദൂ നമ്മൾ എടുത്തു, ഇത് ഇവിടെ ഇട്ടു. അപ്പൊ എന്തായി? ഇപ്പൊ ദൂ ഇവിടെ വന്നുകൊണ്ട് എന്തായി? ഹോറൻ എന്തായി? ഹോർസ്റ്റായി. മനസ്സിലായോ? അപ്പൊ ഇതെന്തായി? ക്വസ്റ്റ്യൻ. ആർ യു ലിസണിങ്? അപ്പൊ എന്തായി? ഹോർസ്റ്റ് ദൂ. അത്രേ ഉള്ളൂ. ആർ യു ലിസണിങ്. ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല, അതുണ്ടോ? അടുത്തത് ഷീ ആസ്ക്സ് എ ക്വസ്റ്റ്യൻ. അപ്പൊ അതെന്തായി? അത് ക്വസ്റ്റ്യൻ ആണോ? അല്ല. അപ്പൊ എന്ത് വരും? എങ്ങനെ വരും? അപ്പൊ അത് നോർമൽ സെന്റൻസ്. അപ്പൊ ഇത് ഷീ. അപ്പൊ ഷീയുടെ സി സാറ്റ് എ ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് വരും? ക്വസ്റ്റ്യൻ ദി ഫ്രാഗെ. ദി ഫ്രാഗെയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ എ ക്വസ്റ്റ്യൻ ആണ് കിടക്കുന്നത്, എ. അപ്പൊ എങ്ങനെ വരും ഇവിടെ? എടേ, ഇത് കണ്ടോ? ഇത് ഫെമിനിനാ, അയിനെ ഫ്രാഗെ. മനസ്സിലായോ? അപ്പൊ അതാണ് ഇത്. മനസ്സിലായല്ലോ? നമുക്ക് സെന്റൻസ് സ്ട്രക്ചർ ഇങ്ങനെയാ വരുന്നത്. സബ്ജക്ട്, വെർബ്, ഒബ്ജക്റ്റ്. അതാണ് നോർമൽ സെന്റൻസ്. നാളെ നോക്കാം. നോക്കി, ഇതാദ്യം കാണുക നീ ആദ്യം. സബ്ജക്ട്, വെർബ്, ഒബ്ജക്റ്റ്. ഇതാണ് നോർമൽ സെന്റൻസ്. വെർബ് ഫസ്റ്റ് വന്നു, സബ്ജക്ട് സെക്കൻഡ് വന്നു, ഒബ്ജക്റ്റ് തേർഡ് വന്നു. ഇതാണ് യാ ഓർഡർ നൈൻ ഫ്രാഗെ. അതിന്റെ അതാണ് ഇത്. ഫ്രാഗേവിയർട്ട് വന്നു, പിന്നെ വെർബ് വന്നു, പിന്നെ സബ്ജക്ട് വന്നു, പിന്നെ ഒബ്ജക്റ്റ് വന്നു. ഇതാണ് വേ ഫ്രാഗെ. മനസ്സിലായോ? അതാണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ. അപ്പൊ ഡബ്ല്യു സംഗതി വരും, ഡബ്ല്യു കൂട്ടിയുള്ള സംഗതി. ഏതാണ്ട് വാസ്. സെക്കൻഡ് വെർബ് മാഹ്ഡ്, ഇയർ, ഹോയിറ്റ്. വാട്ട് ആർ യു ഡൂയിങ് ടുഡേ? അപ്പൊ നമ്മൾ ഇവിടെ വരെ ചെയ്തു. ഓക്കെ, വാട്സപ്പ് അയക്കണ്ടല്ലോ, നിന്റെ ഓൾറെഡി PDF ഉണ്ട്. ഏതായിട്ടുണ്ട്? ഇതായിട്ട് കുറച്ചുണ്ട്. അതായത് വെർബ് കോഞ്ചേഷൻ. നമ്മൾ വെർബ് കോഞ്ചേഷൻ മാത്രം ഇട്ട് പിടിക്കുക. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ നോക്കുന്നത് റെഗുലർ വെർബുകളാണ്. അതായത് റെഗുലർ വെർബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മൾ ഈ വെർബിന്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് ഇങ്ങനെ ഇതിട്ട് കോഞ്ചേറ്റ് ചെയ്യണം. ഇത് പഠിക്കണം. മറ്റേതൊക്കെ മാറും. അതെ, മറ്റേതൊക്കെ മാറും. ഇതിപ്പോ നമ്മൾ ഇത് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ ഇവിടെ ഇഷ്യൂ വരുമ്പോ എന്ത് വരും? അപ്പൊ ഇഷ്യൂ വരുമ്പോ നമ്മൾ ഹാബെ യൂസ് ചെയ്യും, ഇ വരും. സി വരുമ്പോ ടി വരും. ഇതാണ് നോക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ദൂ വരുമ്പം ST വരും, ദൂ വരുമ്പം ST വരും. അങ്ങനെ കിട്ടിയോ? ഇല്ല. അപ്പൊ ഇതാണ് നമ്മുടെ നോർമൽ സെന്റൻസ്. അപ്പൊ ഇതാണ് നമ്മുടെ പാറ്റേൺ. ഈ പാറ്റേണിനകത്ത് ഇട്ടിട്ട് കൊടുക്കുക ചെയ്യുന്നത്. മനസ്സിലായോ? ഏത്? ഇത് ഞാൻ വാട്സപ്പ് അയച്ചിട്ടുണ്ട്. PDF നിന്റെ കയ്യിലുണ്ട്. PDF എടുത്ത് നോക്കിയാൽ മതി. ഇത് മുമ്പേ ഞാൻ അയച്ചതാണ്, നേരത്തെ അയച്ച PDF. ഇതുണ്ട്. ഇതിനകത്തൊക്കെ നമ്മൾ ഇതിനനുസരിച്ച് കോഞ്ചേറ്റ് ചെയ്ത് കണ്ടോ. എന്താ മൈനെ മുട്ട വരുമ്പോ പിയർ കണ്ടോ. ഇതുണ്ടോ വാസ് മാർക്സ്ഡ് ദൂ. കണ്ടോ, ഇവിടെ തേർഡ് വന്നുണ്ടോ. ഇവിടെ വേഫ്രാഗെ. ഇതുണ്ടോ, വേഫ്രാഗെ ഫസ്റ്റ് വന്നു, സെക്കൻഡ് വെർബ് വന്നു, പിന്നെ തേർഡ് വന്നു. ഇതുകൊണ്ട് ഇത് ഇങ്ങോട്ട് കോഞ്ചേറ്റ് ആയി. പിന്നെ ഇഷ്യൂ വന്നപ്പോ ഇവിടെ പോണേ. ഇതുണ്ടോ വേഫ്രാഗെ. അപ്പൊ അത്രേ ഉള്ളൂ.